ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ കുറച്ച് നാളായി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് വയനാട്ടിലുള്ള മിസ്റ്റി പീക്ക് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എണീറ്റതേ ഉള്ളൂ. സമയം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ തച്ചും സിതും ഇനിയും ഉറക്കം എണീറ്റിട്ടില്ല. അവർ രണ്ടുപേരും നല്ല സുഖമായിട്ട് പൊത്തപ്പിൻ്റെ ഇടയിൽ കിടന്നുറങ്ങുകയാണ്. അപ്പം ഞങ്ങളുടെ വില്ലയുടെ ഫസ്റ്റ് ഫ്ലോറിലാട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ 2 ഫാമിലി ഉണ്ട്. അപ്പോൾ 2 ബെഡ്റൂംസും മേളിലാണ്. അപ്പോൾ താഴെ ഇതുപോലെ സ്റ്റെയർ ഇറങ്ങി വന്നാൽ ഒരു ലിവിങ് റൂം ഉണ്ട്. ഇവിടെ നമുക്ക് ടിവിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് കിച്ചൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കിച്ചണിൽ നമുക്ക് അതുപോലെ ഡൈനിങ് ടേബിളും കാര്യങ്ങളും പിന്നെ അതുപോലെ ടീ സ്നാക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടീ സ്പേസ് ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ വന്ന കാറ് എർട്ടിഗയാണ്. അപ്പോൾ അത് നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഓരോ വില്ലയുടെ ഫ്രണ്ടിലും ഇതുപോലെ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നാച്ചുറായിട്ട് നന്നായിട്ട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാട്ടോ ഇവർ ഈ ഒരു റിസോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാനിത് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പം റിസോർട്ടിൽ ജസ്റ്റ് കാഴ്ചകൾ റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളെല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രൻസ്. അപ്പോൾ എൻട്രൻസ് കയറി വന്നു കഴിഞ്ഞതും തന്നെ റിസപ്ഷൻ ഉണ്ട്. ഇതാണ് റിസപ്ഷനിൽ നമ്മൾ ശരിക്കും ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ അകത്തോട്ട് കയറിയത്. അപ്പം കയറി വന്നതും റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കുള്ള അത്യാവശ്യം സാധനങ്ങളെല്ലാം ആ പ്ലേ ഏരിയയിലുണ്ട്. അപ്പോൾ പിള്ളേർക്കും അപ്പോൾ നമ്മൾ പിള്ളേരായിട്ട് വന്നതുകൊണ്ട് അവരെയും ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ കളിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെ ഓടി നടക്കാനൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ആ പ്ലേ ഏരിയയുടെ തൊട്ട് മുകളിലായിട്ട് പൂളുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വീഡിയോ ആയിട്ട് പോയില്ല. നല്ല പൂളാണ് കേട്ടോ. അത്യാവശ്യം നല്ല വിലപ്പുള്ള ബേബി പൂൾസ് ഉണ്ട്, അതുപോലെ മറ്റേ പൂളും ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഇങ്ങനൊരു റോഡ് പോലെ ഉണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ 2 സൈഡും ഇതെല്ലാം റിസോർട്ടിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ 2 സൈഡായിട്ട് ഇങ്ങനെ കുറേ വില്ലാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വില്ലയും ഓരോ ഫാമിലിക്കായിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാർ പാർക്കിംഗ് വരുന്നത്. അതായത് നമ്മുടെ വില്ലയുടെ തൊട്ട് മുൻപിൽ തന്നെ നമ്മൾ പാർക്ക് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലാട്ടോ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ വില്ലയും. വില്ല ആക്ച്വലി കാണുന്നില്ല, ഫുൾ ചെടിയായതുകൊണ്ട് നമ്മുടെ കാർ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വില്ലയുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴി. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ താഴെയായിട്ട് ഒരു മ്യൂസിക് പ്രോഗ്രാമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങനെ വൈകുന്നേരം ആകുമ്പം മ്യൂസിക് പ്രോഗ്രാംസും കാര്യങ്ങളും പാട്ടും അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ നല്ല വലിയ റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വില്ല. അപ്പോൾ നമ്മൾ ഒരു 2 ഡേയ്സിൻ്റെ സ്റ്റേ ആയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ഈ റിസോർട്ട് കണ്ടുപിടിച്ചത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ അപ്പുറത്തായിട്ട് ചെടികളൊക്കെ ഉണ്ട്. കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ വിൻഡോയും ഒക്കെ ഡോറൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ലിവിങ് റൂമും ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് കിച്ചൺ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു റിസോർട്ടാണ്. നമുക്ക് നല്ലൊരു പ്രൈവസി ഉണ്ട്, നല്ലൊരു ഫാമിലി സ്പേസും നമുക്ക് നമ്മുടെ എന്താ പറയുക നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാനും അവരൊക്കെ ആയിട്ട് ഒരുപാട് ഒരുമിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഉള്ളൊരു റിസോർട്ടാണ് കേട്ടോ. നമുക്ക് നമ്മുടേതായിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ഹോംലി ഫീൽ കിട്ടും. അപ്പോൾ അത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളിങ്ങനെ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ വിശാലമായൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡിൽ ഇങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് റാന്തലൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇരുന്ന് സംസാരിക്കാനായിട്ട് അവിടെ കസേരയുണ്ട്. ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. പിന്നെ അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂം ഇതാണ്. അപ്പോൾ ഞങ്ങൾ വേറൊരു ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ടും ഫാമിലിയും തന്നെയാണ്. അപ്പോൾ തച്ചുകൊണ്ട് വേറൊരു കുട്ടിയാണ്. 2 പിള്ളേരായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഡോർ തുറന്നു. അപ്പോൾ ഇവർ 2 പേരും ഇനിയും ഉറക്കണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോൾ തന്നെ ഒരു 8-8:30 ആയി. ഇവർ 2 പേരും സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഇനി ഇവരെയൊക്കെ എണീപ്പിച്ചിട്ട് വേണം ഇന്നത്തെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കാൻ. അപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് തിരുനെല്ലി പോകാനായിട്ടാണ്. അപ്പം നമ്മുടെ വിശാലമായ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം കഴിച്ചത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ യാത്ര തിരിച്ചു കേട്ടോ. ഒരു 10 മണിയായി നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പം. അപ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറിയിട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായയും സ്നാക്സും പിള്ളേർക്ക് ചോക്ലേറ്റ് കുറച്ച് സ്നാക്സ് നമുക്ക് വണ്ടിയിലിരുന്ന് പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള സ്നാക്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇവിടെ നോക്കെല്ലാരും ഒന്ന് പോപ്പി ഇങ്ങോട്ട് നോക്കി ഹായ് കാണിച്ചേ. പോപ്പി ഹായ് കാണിച്ചായിരുന്നോ? ഹായ് കാണിച്ചേ. അപ്പോൾ കുറച്ച് നേരത്തെ ട്രാഫിക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വനത്തിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് നിമിഷവും പുലിനെയും
അതുപോലെ ആനേനെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം വയനാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഭയങ്കര ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം നമ്മൾ അടുത്തതായിട്ട് വണ്ടി നിർത്തിയത് നമ്മുടെ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പ കടയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഞാൻ ഈ യൂട്യൂബിൽ ഈ വയനാട്ടിൽ ഇതുപോലെ റിസോർട്ടും കാര്യങ്ങളും ട്രാവലിങ്ങൊക്കെ കാണുമ്പം അതിലിതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പ കടയും അവിടുത്തെ ഉണ്ണിയപ്പത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പം നമ്മളും അതുപോലെ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഉണ്ണിയപ്പ കടയിൽ ഒന്ന് കയറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ണിയപ്പം വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു നെയ്യപ്പത്തിൻ്റെ ഫ്ലേവറുള്ളൊരു ഉണ്ണിയപ്പമായിരുന്നു. പിന്നെ നമ്മളൊരു കട്ടനൊക്കെ അടിച്ച് അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ. അപ്പം നമ്മളിത് ഒരു 1.5 മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം തിരുനെല്ലിയിൽ എത്തിയിട്ടോ. അപ്പം നമ്മൾ താഴെയാണ് കാർ പാർക്ക് ചെയ്തത്. അപ്പോൾ കുറച്ച് മുകളിലോട്ട് നടക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തിരുനെല്ലി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, അതായത് പഴക്കം പ്രവചിച്ചിട്ടില്ലാത്ത ഒരു ടെമ്പിളാണ് ഈ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത്. അത്രയ്ക്കും പ്രാചീന കാലം തൊട്ടുള്ളൊരു ക്ഷേത്രമാണ്. പുരാണങ്ങളിൽ വരെ ഈ ക്ഷേത്രത്തിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പഴക്കം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. വയനാട് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തിരുനെല്ലി വരുന്ന വഴിക്ക് കാട്ടാനേനെ കണ്ടതുകൊണ്ട് ഒരു തവണ തിരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് എപ്പോഴാണ് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ക്ഷേത്ര പുനർനിർമ്മാണവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ക്ഷേത്രവും അതുപോലെ പുനർനിർമ്മിക്കാൻ പോകുന്ന ക്ഷേത്രത്തിൻ്റെ ഫോട്ടോയും ഡെമോയും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് മഹാപ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ. നിർഭാഗ്യവശാൽ നമ്മൾ വന്ന സമയത്ത് നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. 12:30 വരെ നട തുറക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 5:30ക്കാണ്. അപ്പോൾ നമ്മൾ എത്തിയത് അതിൻ്റെ നടുക്കുള്ളൊരു സമയത്തായി പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു നട തുറന്നിട്ടില്ലെങ്കിലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് കേട്ടോ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്കൊരു അരുവിയിൽ നിന്ന് വെള്ളം കിട്ടും. ആക്ച്വലി ആ വെള്ളത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പം അവരിത് ഈ ഒരു കൽവഴിയിൽ ഈ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് അവർ ടാങ്കിലേക്ക് ആക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ നടക്കാനായിട്ട് ഒരുപാട് കാട്ടുവഴികളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ വഴിയിലോട്ട് കൂടുതൽ ദൂരം പോയില്ല. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ അത്ര പോസിബിൾ ആയിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെയുള്ള ആൾക്കാരോട് ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്നും ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം കാണാനായിട്ട് പോയി പിന്നീട്. അപ്പോൾ ഇവിടെ നമ്മൾ താഴത്തോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പം ഓരോ സ്റ്റെപ്പിലും അത് സംഭാവന ചെയ്ത ആളുടെ പേര് കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നത് ഈ ക്ഷേത്രം ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ ഇരിക്കും എന്നാണ്. അപ്പം നമുക്കിതുപോലെ ഇവിടെ തൂണുകളും ക്ഷേത്രത്തിലെ കാര്യങ്ങളും അങ്ങനെ എല്ലാം സംഭാവന ചെയ്യാം. അതും ഇതുപോലെ ഈ ക്ഷേത്രം ഉള്ളിടത്തോളം കാലം എത്ര തലമുറകൾ കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്ര കുളമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഫുൾ പായൽ പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഭഗവാന്റെ കാൽപാദം പതിഞ്ഞൊരു കല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പാപനാശിനിയിലേക്കുള്ള വഴിയിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ മരിച്ചുപോയ ആൾക്കാർക്കുള്ള ചിതാഭസ്മവും കാര്യങ്ങളെല്ലാം ഒഴുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സംഭവങ്ങളെല്ലാം കാണാനായിട്ട് ആ വഴി പോയി. അപ്പോൾ ഒരുപാട് നടക്കാനുള്ള വഴികളുള്ളത് കൊണ്ട് പിള്ളേർ രണ്ടും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരവിടെ ഓടിച്ചാടി നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് ദൂരം ഇങ്ങനെ ഒരു പാത്ത് വേ ഉണ്ടെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് കുറേ കല്ലുകളാണ്. പിള്ളേർ പിന്നെ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവർ കല്ലാണെങ്കിലും ശരി കുഴപ്പമില്ല എന്ന് വെച്ച് ഓടി നടക്കുകയായിരുന്നു. പക്ഷേ അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഈ കുരങ്ങന്മാർ പിള്ളേർ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പാവനാശിനിയിൽ ഈ എന്താ പറയുക ഈ ചിതാഭസ്മം ഒഴുക്കുന്ന ഒരു പ്ലേസിലോട്ട് എത്താനായിട്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ചിതാഭസ്മം ഒഴുക്കുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അവർ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ടാണ് നമ്മൾ ഈ ചിതാഭസ്മം ഒഴുക്കുന്നത്. അപ്പം നമ്മൾ അവിടെ നോക്കിയപ്പോഴത്തെ അതുപോലെ കുറേ മൺകുടങ്ങൾ കണ്ടു കേട്ടോ. ഈ ചിതാഭസ്മമൊക്കെ സൂക്ഷിച്ചിട്ട് കൊണ്ടുവന്ന് ഒഴുക്കുന്ന കുറേ മൺകുടങ്ങളെല്ലാം അവിടെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു സംസ്കാരവും നമ്മുടെ ഒരു പണ്ട് തൊട്ടേ പിന്തുടർന്നുകൊണ്ട് വരുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. കാടിൻ്റെ നടുക്കുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഭയങ്കര കാമായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഒരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുറേ മൺകുടങ്ങളും കാര്യങ്ങളും ചിതാഭസ്മം ഒഴുക്കിയതിൻ്റെ അവശിഷ്ടങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി കണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് യാത്ര തിരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ദൂരം പുറകിലോട്ട് പോയിട്ട് അപ്പുറത്തെ സൈഡായിട്ട് നമുക്ക് ഗുഹാക്ഷേത്രം കാണാനുണ്ട് കേട്ടോ.
കേട്ടോ. അപ്പോൾ ഈ ഗുഹാക്ഷേത്രം എന്ന് പറയുന്നതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഇങ്ങനെ കുറേ കല്ലുകൾ പെറുക്കി വയ്ക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി കുറേ കല്ലുകളൊക്കെ പെറുക്കി വെച്ച് ഇങ്ങനെ കുറേ അടുക്കടുക്കായിട്ട് അവിടെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ തൊഴുതതിന് ശേഷം വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ത്രിമധുരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അത് കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്ക് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തി. അപ്പോൾ നമ്മൾ ലേറ്റായി ആക്ച്വലി ലഞ്ച് കഴിക്കാനായിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് യാത്ര തിരിച്ചപ്പോൾ ദേ നിൽക്കുന്നു നല്ല വലിയൊരു കാട്ടാനാട്ടോ. പക്ഷേ ഈ ആനയെ കണ്ടിട്ട് അത്രയ്ക്കൊരു ഉപദ്രവകാരിയായിട്ട് നമുക്ക് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തോട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ റിസോർട്ടിലേക്ക് യാത്ര തിരിച്ചു. പിന്നെ നമ്മൾ കറക്റ്റ് ടീ ടൈം ആയപ്പോൾ റിസോർട്ടിൽ തിരിച്ചെത്തി. പിന്നെ ചായയും നല്ല സ്നാക്സൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തിരുനെല്ലി യാത്ര ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.